വാതിൽ തുറന്നു, വിശ്വാസവർഷം പിറന്നു സ്നേഹത്തിൽ. വിശ്വാസവർഷ ബൈബിൾ മെഗാ ക്വിസ് 2013 ഒന്നാം ഘട്ട മത്സരങ്ങൾ 19/5/2013 ആരംഭിച്ചു. ഇടവകയിലെ എല്ലാ വീടുകളിലും ഒന്നാം ഘട്ട ചോദ്യാവലി പൂരിപ്പിച്ച് തിരികെ നൽകാനായി വിതരണം ചെയ്യപ്പെട്ടു. മത്സരം 16/6/2013 പൂർത്തിയായി. ഇടവകയിലെ 121 കുടുംബങ്ങൾ ചോദ്യാവലി പൂരിപ്പിച്ച് മത്സരത്തിൽ പങ്കെടുത്തു. രണ്ടാം ഘട്ട മത്സരങ്ങൾ 23/6/2013 ആരംഭിച്ചു. ഒന്നാം ഘട്ടത്തിൽ പങ്കെടുത്ത 121 കുടുംബങ്ങൾക്കായി രണ്ടാം ഘട്ട ചോദ്യാവലി വിതരണം ചെയ്യപ്പെട്ടു. 3/8/2013 രണ്ടാം ഘട്ട മത്സരം പൂർത്തിയായി. ആകെ 53 കുടുംബങ്ങൾ രണ്ടാം ഘട്ട ചോദ്യാവലികൾ പൂരിപ്പിച്ച് തിരികെ നൽകി. മൂന്നാം ഘട്ടമായ ക്വാർട്ടർ ഫൈനൽ മത്സരം 29/9/2013 ഞായറാഴ്ച 4 മണിക്ക് സെൻറ് ജോസഫ് സ്കൂൾ ഹാളിൽ വെച്ച് പൊതുവായി നടത്തപ്പെട്ടു. മത്സരത്തിലെ 1ഉം 2ഉം ഘട്ടങ്ങൾ പൂരിപ്പിച്ചവരിൽ ഓരോ കൂട്ടായ്മയിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 2 പേർ വീതം 26 പേരാണ് ഈ മത്സരത്തിനായി യോഗ്യത നേടിയത്. യോഗ്യത നേടിയ 26 ടീമിൽ 12 പേർ മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കുവാനെത്തിയത്. മത്സരിക്കുവാനെത്തിയ 12 ടീമുകൾക്കും കൂട്ടായ്മകളൊന്നും പരിഗണിക്കാതെ തന്നെ സെമി ഫൈനലിൽ മത്സരിക്കുവാൻ പ്രവേശനം ലഭിച്ചു. നാലാം ഘട്ടമായ സെമി ഫൈനൽ മത്സരങ്ങൾ 27/10/2013 ഞായറാഴ്ച 9 മണിക്ക് വേദപാഠശാല മാധ്യമ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ക്വാർട്ടർ ഫൈനലിൽ പങ്കെടുത്ത 12 ടീമുകളാണ് മത്സരത്തിനായി എത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 5 ടീമുകൾ ഫൈനലിൽ മത്സരിക്കുവാൻ യോഗ്യത നേടി. പറയുന്നതനുസരിച്ചായിരിക്കും മാർക്ക്. എത്ര ശരിയുണ്ടോ അതനുസരിച്ച് മാർക്ക്. എത്ര വനിതകളുടെ പേര് എഴുതാൻ പറ്റുമോ അത്രയും മാർക്ക്. അടുത്തത് മൂന്നാം ഘട്ടം. എഴുതി കഴിഞ്ഞോ അല്ലേ? മൂന്നാം ഘട്ടം ഈജിപ്റ്റ് അടിമത്തവും പുറപ്പാട് യാത്രയിലും, അത് മോശയുടെ കാലത്ത് ഞാൻ വന്നിട്ടുള്ള വനിതകളാരല്ല. മോശയുടെ കാലത്ത് ബൈബിളിൽ സ്മരിക്കപ്പെടുന്ന വനിതകളാരല്ല. ഞാനിവിടെ എഴുതിയിട്ടുള്ളതായിരിക്കണം, അല്ലാതെ എഴുതും. നിങ്ങളെ വനിതകളെ പറ്റി പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് അറിയാനായിട്ട്. അടുത്തത് ആദ്യത്തെ 3 കാലഘട്ടത്തെ കഴിഞ്ഞു. വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല അച്ഛനെന്ന് പറയരുത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പല രീതിയിൽ നിങ്ങൾ പറയും. ബൈബിളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ചോദിക്കും. എത്രയോ പേരുണ്ടെന്നറിയാം. തീരെ വനിതകൾ എത്ര പേരാവുന്നത്, പക്ഷെ ആർക്കും ഒരു പേര് പോലും അറിയാം. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ഉത്തരവ് പിള്ളേരെ ഉണ്ടല്ലേ? അടുത്തത് 6ാമത്തെ ഏകരാജ്യകാലത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള വനിതകളാരില്ല. 6 ഏകരാജ്യകാലത്ത്. ജൂഡിത്ത്, എസ്തർ 2 പുസ്തകങ്ങളാണത്. അവരുടെ പേര് തന്നെയാണ്. 10 ഹീഗ് ഭരണകാലഘട്ടത്തില് ഉള്ളത് അമ്മയും 7 മക്കളും. പേരില്ല, അമ്മയും 7 മക്കളും എന്നുള്ള ഒരു പേര് മാത്രമേ കൊടുത്തുള്ളൂ. അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. അമ്മയും 7 മക്കളും എന്നുണ്ടെങ്കിൽ കൊടുക്കാം. കല്ലമാക്കൽ ജോൺസണും അത്യാലി ദീപായും 59 മാർക്ക് വെച്ചു. 3ാം സ്ഥാനത്തേക്ക് 3ാം സ്ഥാനം വരാൻ പോകുന്നു. അവിടെ 3ാം സ്ഥാനം. 2ാം സ്ഥാനം ഇല്ല. 3ാം സ്ഥാനത്തേക്ക് 49 മാർക്കുള്ള അടിപൊളി ജോസഫാണ് വന്നിരിക്കുന്നത്. 4ാം സ്ഥാനത്തിന് വീണ്ടും 2 പേര് വന്നിരിക്കുകയാണ്. 39 കുറ്റുമണ്ണും ഷാജനും മേലെ തെക്കനായിട്ട് തങ്കച്ചു.
അപ്പൊ ഈ 2 പേർക്കായി, ഈ 4 പേർക്കായിട്ട് സഡൻ ഡെത്ത് ആയിട്ട് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം എഴുതി ബാക്കിയുള്ളവർക്ക് അവിടേക്ക് കേൾക്കും. ഈ മത്സരം ഇവർ 2 പേരും 1-ാം സ്ഥാനം സംയുക്തമായിട്ട് നിശ്ചയിക്കുന്നു. 2-ാം സ്ഥാനമില്ല. 3-ാം സ്ഥാനത്ത് അടുത്ത വന്നിട്ടുള്ള വരുന്നു. 4-ാം സ്ഥാനത്തിന് ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ. എപ്പം ഉത്തരം ആരും ഔട്ടാവുന്നു അവർ ഔട്ടാവും. 5ാം ഘട്ടമായ ഫൈനൽ മത്സരങ്ങൾ 10-11-2013 ഞായറാഴ്ച 9 മണിക്ക് മാധ്യമശാലയിൽ വെച്ച് ലൈവ് ടെലികാസ്റ്റ് സൗകര്യങ്ങളോടെ നടത്തപ്പെട്ടു. സെമി ഫൈനലിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 5 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 1-ാം സ്ഥാനം ദീപ ചാക്കോ അത്യാലിൽ കുടുംബത്തിനും 2-ാം സ്ഥാനം ജോൺസൺ കല്ലമാക്കൽ കുടുംബത്തിനും ലഭിച്ചു. പുസ്തകം മാത്രമേ ഉള്ളൂ. ന്യായാധിപന്മാരുടെ കാലത്തെപ്പറ്റി ന്യായാധിപന്മാരുടെ പുസ്തകം മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം, റൂത്ത് ആ കാലഘട്ടത്തിന്റെ കഥയാണ് പറയുക. അതോടൊപ്പം 1 സാമുവേൽ 1-ാം അധ്യായം 9 വരെ. കാരണം എന്താണ്? സാമുവേൽ ഒരു പ്രവാചകൻ, ന്യായാധിപനായി. അതുകൊണ്ട് അതുകൂടെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുക. ഇനി ശരിയിട്ടുള്ളത് നിങ്ങൾ ഏകരാജ്യ കാലഘട്ടത്തില് 1 സാമുവേൽ 10 മുതൽ 31 വരെ, 1 ദിനവൃത്താന്തം മുഴുവൻ, 17 പുസ്തകങ്ങളുടെ ചരിത്രത്തിലെ ആദ്യം തൊട്ടുള്ളതാണ്. കൃത്യമായിട്ടും നിങ്ങൾക്ക് കഥ അറിയാമെങ്കിൽ ഇന്നതാണ് അത്, ഇന്നതാണ് അത്, ഇന്നതാണ് ആദ്യം അറിയാം. ക്രമത്തിലടിക്കാൻ പറ്റുമല്ലോ. എല്ലാ കുട്ടികളും മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ് ബൈബിളിലെ സംഭവങ്ങൾ ക്രമമായിട്ട്. ആർക്കെങ്കിലും തെറ്റുകൂടാതെ ഇത് എഴുതാൻ പറ്റുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും എഴുതാം. ഇതിനൊക്കെ കാണിക്കേണ്ടത്. സൺഡേ സ്കൂൾ കുട്ടിയാണ് ഞാൻ ബൈബിളിന്റെ കഥ അറിയും, ബൈബിൾ എന്ന് നടന്നു, എപ്പോഴൊക്കെ നടന്നു, ഏതൊക്കെ വർഷമായിരുന്നു, പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാമാണ്, സംഭവവും വ്യക്തികളുമുണ്ട്. ബൈബിൾ കഥ ആർക്കെങ്കിലും അറിയാവോ? ഇപ്പം പറയാം. ആർക്കെങ്കിലും അമ്മച്ചിമാർക്ക് പറയാവോ കഥ? അമ്മച്ചിമാർക്ക് ഞാൻ അവസരം തരുന്നു. ആർക്കെങ്കിലും തെറ്റുകൂടാതെ എഴുതാമെങ്കിൽ ഇവിടെ നിന്ന് എഴുതാം. ഞാൻ എത്ര ഓഫർ ചെയ്യും, സമ്മാനം ഓഫർ ചെയ്യുക, നല്ല സമ്മാനം തരും. അടുത്തത് തങ്കച്ചൻ മേലത്തേക്കായിട്ട് 22. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചതിന്റെ ബാക്കിയാണ്. 15 അപ്പുറത്ത് ഫുള്ളാണ്. നമ്മൾ കഥയാണ് കണ്ടത്. പക്ഷെ ഈ കഥക്കകത്ത് വരാത്തൊരു കൂട്ടരുണ്ട്. കഥയുടെ ഭാഗമാണെങ്കിൽ കഥക്കകത്ത് വരാത്തൊരു കൂട്ടരാണ് വനിതകൾ. ഇതെല്ലാം തന്നെ പുരുഷന്മാരോട് ബന്ധപ്പെട്ട ചരിത്രമാണ് പറഞ്ഞത്. അവസാനിക്കുകയാണ്. 1 വർഷമായിട്ട് നടന്ന അല്ലെങ്കിൽ 6-8 മാസമായിട്ട് നടന്ന പരിപാടികളിൽ അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഞാൻ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പറയാൻ പോകുന്നില്ല. അതിനു മുമ്പ് എനിക്ക് ഈ 5 പേരിൽ നിന്നും അവര് ബൈബിൾ പഠിച്ചിട്ട് എന്തെങ്കിലും അനുഭവമോ ഗുണമോ ഉണ്ടായോ എന്ന് അവരിന്ന് പറയുവാൻ ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഇതിന് ഇത്രയും മനസ്സിലേക്ക് അവരുടെ അനുഭവം എന്താണെന്ന് ഓരോരുത്തരും ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയുക. അവർക്ക് ഇഷ്ടപ്പെട്ടോ അവർ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അച്ഛൻ ഈ ഒരു പേപ്പറിൽ എഴുതി തന്ന് അത് നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റി. എങ്കിലും കുറേ സമയം കിട്ടാനൊക്കെ കാരണം എല്ലാം ഒന്നും പഠിക്കാൻ പറ്റിയില്ല. കുറേ കാര്യങ്ങളൊക്കെ എങ്കിലും മനസ്സിലാക്കാൻ പറ്റി. ഇതിനു മുമ്പ് ഇത്രയൊന്നും എനിക്ക് അറിയിച്ചില്ലായിരുന്നു. വെറുതെ കുറേ വായിച്ചു പോവുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലായി. വളരെ നന്ദിയുണ്ട് അച്ഛൻ. ഇത്രയൊക്കെ അച്ഛൻ്റെ ഒരു പ്രചോദനം കൂടി തന്നുകൊണ്ട് ഞാൻ അവസാനം ഫൈനലിലൊക്കെ വരാതിരുന്നാണ് അച്ഛൻ ഒരു ചാൻസ് കൂടെ തന്നു. അപ്പം കുറേ കൂടെ അതൊന്നും മനസ്സിലാക്കുവാനായിട്ട് പറ്റി. സാധാരണ കത്തോലിക്കല് ബൈബിൾ കുറച്ച് വായിക്കുന്നത് കൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുമായിട്ട് വിശ്വാസപരമായ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് അവരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പഠനകാലം തൊട്ട് ഞാൻ കണ്ടിരുന്നതാണ്.
ബൈബിളിനെ സംബന്ധിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ അവഗാഹം ഉണ്ടാകുവാൻ ഏറ്റവും ഉചിതമായ ഒരു ശ്രമമായിരുന്നു അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കുട്ടികൾക്ക് ഞങ്ങൾക്ക് ബൈബിളിനെ സംബന്ധിച്ച് ചരിത്രപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളിൽ അവഗാഹം ഉണ്ടാകുന്നതിനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും ഏറ്റവും സഹായിച്ച ഒരു സംരംഭമായിരുന്നു. അത് അച്ഛനോടും എൻ്റെ KCYM-ൻ്റെ ഭാരവാഹികളോടും എനിക്ക് വ്യക്തിപരമായി ബൈബിളിനെ കുറിച്ച് കൂടുതൽ ആൾക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു. പിന്നെ അച്ഛൻ എഴുതി തന്നത് വെച്ചായതുകൊണ്ട് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആദ്യമായി തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അച്ഛന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാവരും ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിലും ആരും അതിൻ്റെ ആമുഖം അങ്ങനെ ശരിക്കും ഒന്ന് വായിച്ചു പോലും നോക്കിയിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ വിശ്വാസ വർഷത്തിൽ ഇങ്ങനെ ഒരു ക്വിസ് സംഘടിപ്പിക്കുകയും പിന്നെ ഈ ആമുഖത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എഴുതി തരുകയും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എഴുതി തന്ന് ഞങ്ങൾ പഠിക്കണമെങ്കിൽ പിന്നെ അത് ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു അനുഭവം തന്നെയാണ്. ഈ ഇടവകയിൽ ഇങ്ങനെ ആദ്യമായിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ഇത്. ഈ വിശ്വാസ വർഷത്തിൽ ബൈബിൾ കൂടുതലായിട്ട് വായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ ഇങ്ങനൊരു ഇവിടെ ക്വിസ് ഇങ്ങനെ സംഘടിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ബൈബിൾ കൂടുതൽ വായിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നെ എവിടെയൊക്കെ ഓരോ പ്രവാചകന്മാരെ അതുപോലെ തന്നെ നമുക്കൊന്നും ഇതുവരെ പേര് പോലും കേട്ടിട്ടില്ലാത്ത ആൾക്കാരെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമേ തന്നെ ദൈവത്തിനാണ് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ബൈബിൾ കുറച്ചെങ്കിലും അറിയാമെന്നൊരു വിശ്വാസമുണ്ട്. അതിന് ശരിക്കും കടപ്പാട് ദൈവത്തോടും നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനോടുമാണ്. അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയെങ്കിലും ഞങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയപ്പോഴൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല ഇവിടം വരെ വരുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ ബൈബിള് ഇപ്പം കുറച്ചെങ്കിലും അറിയാം, ആ ഒരു വിശ്വാസമുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെയാണെന്ന് കുറച്ചെങ്കിലും അറിയാം. മുഴുവനായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും അറിയാനുള്ളൊരു വിശ്വാസമാണ്. അതിന് നന്ദി പറയുന്നു. ഇത്രയും നാളും ബൈബിൾ കണ്ടിട്ടുണ്ടെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിലും ബൈബിൾ എന്താണെന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞത് ഈ ഒരു അവസരത്തിലൂടെയാണ്. അതിന് അച്ഛന് നന്ദി പറയുന്നു. ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയും സമ്മറി എഴുതി ഉണ്ടാക്കാൻ തന്നെ എന്ത് പാടുപെട്ടു നമുക്കറിയാം. കാരണം ബൈബിൾ എത്ര വലിയൊരു പുസ്തകമാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിൽ നിന്നും നമുക്കറിയത്തില്ലാത്ത ഒത്തിരിയധികം ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു. ബൈബിളിൻ്റെ ചരിത്രം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നാളും ബൈബിൾ ഒരു പുസ്തകം, ഒരു മതഗ്രന്ഥം എന്ന രീതിയിലായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ബൈബിളിന് ലോക ചരിത്രത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ടെന്ന്. ബൈബിളിലെ രക്ഷാകര ചരിത്രത്തിന് ലോക ചരിത്രത്തിൽ വലിയൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഭവമായിട്ട് പറയുന്നത്. പിന്നെ ഈ ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അച്ഛൻ എഴുതിയത് നമുക്ക് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതൊക്കെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. ഓരോ പേരൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പഠിക്കാനായിട്ട് സാധിച്ചത്. പിന്നെ കുറച്ച് സമയക്കുറവൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അറിയാൻ സാധിച്ചില്ല. പിന്നെ ഈ ഒരു പിന്നെ നമുക്ക് ഓരോ പ്രവാചകന്മാരെ പറ്റി അവരുടെ കാലഘട്ടത്തെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു. ഞാൻ 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചു. പക്ഷേ ഞാൻ ഇതുവരെ വേദപാഠം പഠിച്ചത് എനിക്ക് നമ്മുടെ അടിസ്ഥാനമായ നമ്മുടെ വിശ്വാസത്തിന് കാതലായ ബൈബിൾ എന്താണെന്ന് ഇതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കുറച്ച് നാളുകൾ കൂടി ബൈബിളിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലുള്ള പരിപാടികൾ കൂടുതൽ വേണമെന്ന് അച്ഛനോട് അപേക്ഷിക്കുന്നു. കാഴ്ചക്കാരും ആയ എല്ലാവർക്കും ഈ ബൈബിൾ പഠന പരിശീലന പരിപാടിയിൽ വിജയകരമായി പൂർത്തിയാക്കുവാൻ അവസരം ഉണ്ടായതിന് നന്ദിബുദ്ധിനും നന്ദി പറയുകയും നിങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ജോസഫിന് അടിപൊളി ജോസഫിനെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കാരണം ഇവിടെയുള്ള ഏക പിതാവ് ജോസഫാണ്, കാര്യമില്ല. ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും നമ്മുടെ കൂടി വന്ന് ഇവിടെ എല്ലാവരും ഒപ്പം ഇത് പങ്കെടുത്തു എന്നുള്ളതാണ് ജോസഫിൻ്റെ ആ വലിയ മഹത്വം ഞാൻ കാണുക. ബൈബിൾ പഠിക്കാനാണ്, എല്ലാവർക്കും ബൈബിൾ പഠിക്കേണ്ടതാണ്. എനിക്ക് അറിയാവുന്നതല്ല, അതിനാ സന്നദ്ധ
അത് പറയുക മറ്റാർക്കും അല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസവർഷ മെഗാ ക്വിസ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് തന്നെ ആദ്യഘട്ടം മുതൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ആദ്യ ഘട്ടത്തിൽ യുവജനങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ റെഡിയാക്കിയായിരുന്നു. എങ്കിലും അതിനുവേണ്ടി കറക്ഷൻസൊക്കെ വരുത്തി ഫുൾ ഇവിടെ നടന്ന ഈ വിശ്വാസവർഷ മെഗാ ക്വിസ് നടന്ന എല്ലാ റൗണ്ടിനും വേണ്ട ക്വസ്റ്റ്യൻസ് റെഡിയാക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ നൽകുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്ത വേറെ ആരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തന്നെയാണ്. ഈ ഫൈനൽ മത്സരം ഇത്രയും ഭംഗി ആക്കുവാൻ സഹായിച്ചതും നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. അതുകൊണ്ട് ഈ മെഗാ ക്വിസ് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛനോട് യുവദീപ്തി കേസിയുമായും എൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ക്രമമനുസരിച്ച് ഞാൻ മാർക്ക് പറയാം. ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയത് ഷാജിൻ പുറ്റുമണ്ണിലാണ്, 114 മാർക്ക്. അതിൻ്റെ മുകളിൽ ജോസഫ് അടിപുഴ 117 മാർക്ക്. അതിൻ്റെ മുകളിൽ തങ്കച്ചൻ മേലേത്തക്കനാട്ട് 123 മാർക്ക്. അതിൻ്റെ മുകളിൽ ജോൺസൺ കല്ലമാക്കൽ 142 മാർക്ക്. ഏറ്റവും മുകളിലായിട്ട് എത്തിയിരിക്കുന്നത് ദീപ അത്യാലിലാണ്, 172 മാർക്ക്. എല്ലാവർക്കും നന്ദി. ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവും ഓരോ വിധത്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൂടിയ കുറഞ്ഞത് പ്രശ്നമല്ല. എനിക്ക് പ്രശ്നം പങ്കെടുക്കുക എന്നുള്ളതാണ്. പങ്കെടുത്തു, നിങ്ങളുടെ ഭാഗഭാഗിത്വം അതോടെ നിറവേറ്റി അവസാനം വരെയും പങ്കെടുത്ത് നിങ്ങളുടെ അറിവ് പങ്കുവെക്കുവാനും സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ സാധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. വിശ്വാസവർഷ ബൈബിൾ മെഗാ ക്വിസ് 2013 സമ്മാനദാനം 16/11/2013 ശനിയാഴ്ച രാത്രി 10 മണിക്ക് തിരുനാൾ പട്ടണ പ്രദക്ഷിണത്തിന് ശേഷം പള്ളി അങ്കണത്തിൽ വെച്ച് എല്ലാ ഇടവകക്കാരുടെയും സാന്നിധ്യത്തിൽ നൽകപ്പെട്ടു. വിശ്വസിക്കുന്നു ഞങ്ങൾ.